ദിലീപിന്റെ ഒരു തിരിച്ചുവരവ്, അതാണ് ഇന്ന് സിനിമാ കരിയറിലെ ഒരു തിരിച്ചുവരവ്, അതാണ് ഇന്ന് കണ്ടത്. പക്ഷേ ഈ സിനിമ വൻ വിജയമാണെന്ന് പല പ്രേക്ഷകർ ഒന്നടങ്കം പുറത്തിറങ്ങി പ്രേക്ഷകർ പറയുന്നു. ചിലർ പറയുന്നു അത്ര പോരാ എന്ന് പറയുന്നു. അത് പ്രേക്ഷകരാണ്, അവർക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചില ആളുകൾക്ക് അവർ വിചാരിച്ച അത്ര ചിലപ്പോൾ അതിൽ സംഭവങ്ങൾ ഉണ്ടാകില്ല. അത് പ്രേക്ഷകരുടെ ഇഷ്ടമാണ്, ഒരു സിനിമ സ്വീകരിക്കുന്നതും വേണ്ട എന്നുള്ളത്. പക്ഷേ ഞാൻ ഈ സെക്കൻഡുകളിൽ നമ്മൾ നമ്മുടെ ടോക്ക് തുടങ്ങുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ പുതിയ ഒരു സാധനം വന്നിട്ടുണ്ട്. അതായത് ഈ സിനിമ മോഹൻലാൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് വിജയിച്ചത്. അപ്പോഴും ദിലീപിനെ അംഗീകരിക്കാൻ മടിയാണ്. ദിലീപ് കുഴപ്പമില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചതൊന്നും ദിലീപിന്റെ അത് കിട്ടിയിട്ടില്ല, പക്ഷെ ലാലേട്ടൻ പൊളിച്ചു, ലാലേട്ടൻ ഉള്ളത് കൊണ്ട് ഈ സിനിമ വിജയിച്ചു എന്ന് വരുത്തി തീർക്കുക. കാരണം ബാക്കി കൊണ്ടുവന്നതെല്ലാം പൊളിഞ്ഞു പാളിസായി. അപ്പോ ദിലീപിന്റെ സിനിമ വിജയിച്ചു എന്ന് പറയുന്നത് വല്ലാത്തൊരു വിഷമവും സങ്കടവും ഒക്കെ ഉളവാക്കും. കുഴപ്പമില്ല, മോഹൻലാൽ ആണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, അപ്പോൾ മോഹൻലാൽ ഉള്ളത് കൊണ്ട് സിനിമ വിജയിച്ചു. ഇത്തരത്തിൽ ദിലീപിന്റെ സിനിമയിൽ നിന്ന് അംഗീകരിക്കാൻ, അല്ലെങ്കിൽ ദിലീപ് ഉൾപ്പെടുന്ന ഒരു പറ്റം ആളുകളുടെ സിനിമയിൽ നിന്ന് അംഗീകരിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് പീഡനവും ആക്രമണങ്ങളും ഒന്നും ആദ്യമായിട്ടുണ്ടാകുന്നതല്ല. പുറത്ത് വന്നത് സിനിമാ ലോകത്ത് ഒരുപക്ഷെ ഇത് ആയിരിക്കാം. ഇതിനു മുൻപും പലതും സംഭവിച്ചിട്ടുണ്ട്, പലരെയും സെറ്റിൽ ചെയ്തിട്ടുണ്ട്, പലതും പുറത്തു വരാതിരുന്നിട്ടുണ്ട്. അപ്പോഴൊന്നും കാണാത്തൊരു വല്ലാത്തൊരു എന്താ പറയുക, ഭയങ്കര ഒരു സോഫ്റ്റ് കോർണറാണ് അവൾക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം. ഈ ഹാഷ്ടാഗ് തന്നെയാണ് നമ്മൾ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവരുടെയൊക്കെ ലക്ഷ്യം? ദിലീപിന് അപ്പുറം മറ്റു ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഇവരുടെ കണ്ണിലുണ്ടോ? ഉണ്ട്, പക്ഷേ ആദ്യം പറയേണ്ടത് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലാണ്. അതോടൊപ്പം തന്നെ അവൾക്കൊപ്പം എന്ന് പറയുന്നത്, നമ്മൾ ആരുടെയെങ്കിലും ഒപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്നല്ലേ വരുന്നത്. ആരുടെ ഒപ്പം നിൽക്കരുത്, നിയമത്തിനൊപ്പം നിന്നാൽ രണ്ടുപേരുടെ ഒപ്പമല്ല നമ്മൾ. അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ദിലീപിനെ ഒരു സിനിമാ നടനായി നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നൊന്നിലെയല്ല, ഒരുപാട് നാളായി. ഈ സിനിമാ നടന്മാരെല്ലാം ജനിച്ച് ജീവിച്ച് വളർന്നു വന്ന എല്ലാ സാഹചര്യങ്ങളിലും അവരുടെയൊക്കെ കാൽപ്പാടുകളിൽ കറകളൊക്കെ ഉണ്ടാകും. അത് വ്യക്തിപരമാണ്. അങ്ങനെ ഇല്ലാത്ത ആരും ഇല്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യൂറോപ്യൻ നിലവാരത്തിലൊക്കെയുള്ള ആൾക്കാരുടെ സാമൂഹ്യ ബോധം ഒക്കെയുള്ള രീതിയിലാണ് ഈ കമന്റ് ഒക്കെ പറയുന്നെങ്കിലും നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ കാണുന്ന വേസ്റ്റ് ഇല്ലേ, മലയാളി വലിച്ചെറിയുന്ന അതിനേക്കാൾ വലിയ വേസ്റ്റുകളാണ് അവന്റെ ചിന്തകളിലുള്ളത്. ആ ചിന്തകളില് ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റിൽ നിന്ന് അവർ മാറുകയില്ല. അവിടെ മോഹൻലാലിനെ കൊണ്ടുവന്ന് നീ അല്ലടാ രക്ഷപ്പെട്ടത്, നീ കാരണം അല്ലടാ, മോഹൻലാലിനെ കൊണ്ടാണെന്ന് പറയുന്നത് കുറച്ചൊന്നും അല്ല കുശുമ്പ് ബുദ്ധി വേണ്ടത്. അത് ഒരു തരത്തിലുള്ള അപകർഷതാബോധമാണ്. ഒരാള് നമ്മൾ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് അയാൾ തോൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ തോന്നുന്ന ഒരു വലിയൊരു വിഷമമില്ലേ, അതിൽ നിന്നുണ്ടായതാണ്. ഈ നമ്മുടെ സമൂഹത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളൊരു സോഷ്യൽ ഫാസിസത്തിന്റെ വക്താക്കളാണ് പൊതുവെ. നമ്മുടെ സമൂഹത്തിലുള്ള മിക്കവാറും ആൾക്കാര് ഒരു ഹർത്താൽ വന്നിട്ടുണ്ടെങ്കിൽ കടകളുടെ ഷട്ടർ അടച്ചിടുക, അവന്റെ ചില്ലടിച്ച് പിടിക്കുക, അവനെ തെറി പറയുക, അമ്മയ്ക്ക് വിളിക്കുക, നല്ല കാര്യമല്ലേ. അതേപോലെ തന്നെ ഓഫീസിൽ ചെന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരെണ്ണത്തിന് കണ്ടതാണ്, മുത്തൂരിലെ ഒരു ലേഡിയുടെ ഡ്രസ്സ് വലിച്ചു പറിക്കുന്നത് കണ്ടായിരുന്നു. വളരെ നല്ല സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. പിന്നെ ഹർത്താലിന് ബസ് കത്തിക്കൽ മാത്രമല്ലല്ലോ, എതിരാളികളെ വെട്ടിക്കൊല്ലുക, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എന്നിട്ട് ന്യായീകരിക്കാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എതിരാളികളെ ഏതു വിധേനയും ഇല്ലാതാക്കുവാനായിട്ട് ഒരു പ്ലാൻ ഇടുന്നു. അദ്ദേഹത്തിന്റെ എതിരാളികൾ അങ്ങനെ ഒരു പ്ലാൻ ഇടുന്നു. ദിലീപ് അവർക്ക് പൊതുശത്രുവായിട്ട് മാറുന്നു. അങ്ങനെ പൊതുശത്രുവിനെതിരെ ഒരു നീക്കം നടത്തുമ്പോൾ അതിന് എല്ലാ തരത്തിലുള്ള പരിരക്ഷയും കിട്ടണമെങ്കിൽ ഈ സാമൂഹ്യ ബോധമില്ലാത്ത കുറെ ആൾക്കാരുടെ, നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ ലളിതത്തിൽ പറയുന്നത് എരപ്പാളികൾ എന്നൊക്കെയാണ്, പക്ഷെ ഞാനത് പറയുന്നില്ല. അങ്ങനെയുള്ള കുറെ ആൾക്കാര് ആരെങ്കിലും പറഞ്ഞത് കേട്ട് ഇതിന്റെ വാലെ കൂടിയിട്ട് ഈ അവനെ കൊല്ലുക എന്ന് പറയുന്ന കല്ലെറിയുന്ന ഒരു പണ്ടത്തെ റോമാ സംസ്കാരമുണ്ട് എന്ന രീതിയിൽ ഇവൻ കുറ്റവാളിയാണെങ്കിൽ ഇവനെ കൊല്ലുക എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. തരിമ്പ് മനസാക്ഷി ഇല്ലാത്ത, അല്ലെങ്കിൽ നിയമബോധമില്ലാത്ത അങ്ങേറ്റം മ്ലേച്ഛമായ ഒരു കാഴ്ചപ്പാടാണിത്. ആ കാഴ്ചപ്പാടിനെ പക്ഷേ ഇവിടുത്തെ യുവജനങ്ങൾ തോൽപ്പിച്ചു, ഇവിടുത്തെ സാധാരണക്കാർ തോൽപ്പിച്ചു. അവര് തെരുവിൽ ഇറങ്ങിയിട്ട് ബസ്സിൽ ഡ്രൈവറിന് പുലഭ്യം പറയുക, അല്ലെങ്കിൽ ബസ്സിലിരിക്കുന്ന ഒരു യാത്രക്കാരൻ പറക്കും തെളിയുന്ന ആ സിനിമ കണ്ട് ആസ്വദിക്കുന്നതിനെ ചോദ്യം ചെയ്യുക തുടങ്ങിയ തെമ്മാടിത്തരങ്ങളൊന്നും കാണിക്കുന്നവരല്ല. പക്ഷെ അവർ മാന്യമായി പോയി ആ സിനിമ കണ്ടിട്ട് ആ സിനിമ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ആ സിനിമയെ കുറിച്ച് കമന്റ് പറയുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാം, യുവാക്കളാണ്, യുവതികളാണ്. ഈ യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവരെ കല്ലെറിയട്ടെ എന്ന് പറയുന്നത് പോലെ
ആര് 100% പെർഫെക്റ്റ് ആണ് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. എല്ലാവരിലും കുറ്റവും കുറവുകളും എല്ലാം ഉണ്ട്. എല്ലാവരും നല്ലവരല്ല. പക്ഷേ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അതിൽ ആ തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയിലേക്ക് വരുമ്പോഴാണ് മനുഷ്യൻ നല്ലത്. ജനിക്കുമ്പോൾ തന്നെ ഞാൻ നല്ല ആളാണ്, ഞാൻ ഈ നല്ലത് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ പിന്നെ എന്താ പറയുക എല്ലാ അടിത്തറയും തെറ്റുന്നത് എന്ന് പറയുന്നത്. അല്പം കയ്യിലിരിപ്പൊക്കെ ഉണ്ട് എന്ന് പറയുന്നിടത്ത് നമ്മൾ നല്ലതായിട്ട് ജീവിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഈ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അത്യാവശ്യം ഒരു അതിജീവിത എന്നുള്ള രീതിയിൽ ഞാൻ കണ്ട സ്ത്രീ KK രമയാണ്. അവരുടെ ഭർത്താവിനെ നട റോഡിലിട്ട് ഒരു ഇന്നോവ കാറ് വരുന്നു, മാഷാ അള്ളാ എന്ന് എഴുതി വെക്കുന്നു. ആ കാറിൽ നിന്ന് ഇറങ്ങി ബൈക്കിൽ വരുന്ന ആ മനുഷ്യനെ 52 വെട്ടി നട റോഡിലിട്ട് മുഖം പോലും വികൃതമാക്കിക്കൊണ്ട് തീർത്ത ആ സ്ത്രീ അവർ ആരുടെ മുമ്പിലും ചെന്നിട്ട് സഹതാപത്തിനും ഇമോഷനും ഒന്നും നിന്നില്ല. അവർ പിന്നീട് അവരുടെ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോയി. ഒരു പരിധിവരെ അവരെന്ത് ചെയ്തിട്ടാണ് അവരുടെ ഭർത്താവ് ഇല്ലാതായതെന്നോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ കൊന്നതെന്നോ ഒന്നും മക്കൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് ഒരു മകനെ നഷ്ടപ്പെട്ടു, ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു, നല്ലൊരു പ്രവർത്തകനെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകനെ അല്ലെങ്കിൽ നല്ലൊരു നേതൃപാഠമുള്ള ഒരു മനുഷ്യനെ കുറെ അണികൾക്ക് നഷ്ടപ്പെട്ടു. ആ അതിജീവിതയ്ക്കൊപ്പം അവൾക്കൊപ്പം അവനൊപ്പം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാ വർഷവും TP ചന്ദ്രശേഖരന്റെ അനുസ്മരണ ചടങ്ങ് നടക്കുക, അന്ന് ആരും പോയിട്ട് അവൾക്കൊപ്പം രമയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ഒരു ഫെമിനിസ്റ്റുകളെയും ഒരു പിന്നെ ഇത്തരത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇടുക്കിയിൽ ഒരു 4 വയസ്സായ പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിച്ച ഒരു SFI കാരനോ DYFI കാരനോ ആണ്, അർജുൻ എന്നാണ് അവന്റെ പേര്. ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തി അതിന്റെ ഫോട്ടോ വെച്ചിട്ട് ആരും അതിജീവിത അല്ലെങ്കിൽ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ട ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വീട്ടിൽ പോയി ആരും അപ്പൊ ഈ അതിജീവിത മാർക്ക് പ്രത്യേക ഇതുണ്ട്, ഇന്ന പാർട്ടി അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ളവരായിരിക്കണം, ഈ അങ്ങനെ ചില സ്പെസിഫിക്കേഷൻ ഉണ്ട് അതിജീവിതകൾക്ക്. ഈ അടുത്ത സമയത്ത് എന്നോടൊരാൾ പറഞ്ഞതാണ്, ഈ ദിലീപിനെ ഭയങ്കരമായി വിമർശിക്കുന്ന ഒരു ലേഡി, സിനിമാ നടിയാണ്, പേരൊന്നും പറയുന്നില്ല കാരണം നമ്മൾ ഈ അവരെയൊക്കെ പേര് പറഞ്ഞ പിന്നെ നാളെ നമുക്ക് അതിന്റെ ബാക്കിൽ നിന്ന് തൂങ്ങേണ്ടില്ല. അപ്പോൾ ഇവർക്ക് എന്താണ് യോഗ്യത ഈ ദിലീപിനെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും സ്ത്രീകൾക്കൊപ്പം ആരെങ്കിലും ഒക്കെ നിൽക്കണ്ടേ, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് എന്നോട് ആള് പറഞ്ഞത്, ഈ സ്ത്രീ മറ്റൊരാളുടെ, അതായത് സിനിമയിലെ തന്നെ ഒരു സംവിധായകൻ, അയാൾ കല്യാണം കഴിഞ്ഞ 2 മക്കളുടെ അച്ഛനാണ്, ആ സ്ത്രീയുടെ ഭർത്താവുമായിട്ടാണ് ഇവർക്ക് ബന്ധം. അതറിഞ്ഞുകൊണ്ട് അയാളുടെ ഭാര്യ പിണങ്ങിപ്പോയി. പിന്നീട് അയാളൊരു സിനിമാ കുടുംബത്തിലെ ആളാണ്. പിന്നീട് കോംപ്രമൈസ് ഒക്കെ ചെയ്തിട്ടാണ് അയാൾ തിരിച്ചു വന്നത്. അതിനുശേഷം ഈ സ്ത്രീ വലിയ ഡ്രാമയിലൊക്കെ പോയി. പിന്നീട് കുറച്ച് നാൾ സിനിമയിലൊന്നും കാണാതെ ഇരുന്നു. അതിനുശേഷം വന്നിട്ട് എന്നെ ഒതുക്കിയതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ തിരിച്ചു വന്നതാണ്. അവര് ഘോരഘോരമായി പ്രസംഗിക്കുകയാണ്, സ്ത്രീകൾക്ക് ഇവിടെ പിന്നെ സ്വാതന്ത്ര്യമില്ല, സ്ത്രീയെ തൊട്ടാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ല, അതിജീവിതയ്ക്കൊപ്പമാണ് എന്നും എപ്പോഴും ഞങ്ങൾ ഇവർക്കൊക്കെ ഒരു കുടുംബം നശിപ്പിച്ച് ഒരു സ്ത്രീയുടെ കണ്ണുനീര് കണ്ട് അവരുടെ ഭർത്താവിനെ പിടിച്ചെടുത്തിട്ടാണ് പറയുന്നത് ഞാൻ അതിജീവിതക്ക്. ഇത്രയും നാണം കെട്ട് ജീവിക്കുന്നവരൊക്കെയാണ് അതിജീവിതമാർക്കൊപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തലക്കകത്ത് നമ്മളും കുടിക്കുന്നത് അങ്ങനെ എന്തോ പറയുമല്ലോ, അതെ നമ്മൾ അരിയാഹാരമല്ലേ കഴിക്കുന്നത്. ഇങ്ങനത്തെ കുറെ ഇതല്ല നമ്മളും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. കോടതി വിധിയെ മാനിച്ചുകൊണ്ടുള്ള അതിജീവിതയ്ക്കൊപ്പം നിൽക്കുകയാണ്. ദിലീപിനെ വെറുതെ വിട്ടത് കൊണ്ട് കോടതി വിധിയെ 2 കൈ നീട്ടി നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തായാലും സാറിന് സംസാരിക്കാൻ സമയം തന്നില്ല എന്ന് തോന്നുന്നു. സാറിന് എന്താ ലാസ്റ്റ് ഇതില് പറയാനുള്ളത്? അല്ല, ഇതില് നമ്മുടെ സമൂഹത്തില് നമ്മൾ പുലർത്തേണ്ട ഒരു സാമാന്യ മര്യാദയാണ്. അതായത് ദിലീപും നമ്മുടെ സമൂഹത്തിലെ ഒരു പൗരനാണ്. ഈ ദിലീപിനാൽ ആരോപണ വിധേയമായി നിൽക്കുന്ന, ഇപ്പൊ ദിലീപ് ആരോപിക്കുന്ന ആ ഒരു ലേഡിയും സമൂഹത്തിലുള്ളവരാണ്. പിന്നെ 1 മുതൽ 8 വരെ പ്രതികളിലുള്ള ശിക്ഷിക്കപ്പെട്ട മറ്റുള്ളവരെല്ലാം പൗരാവകാശങ്ങളുള്ളവരാണ്. ആ പൗരാവകാശത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നിയമ പോരാട്ടം നടത്തുന്നത്. നിയമ പോരാട്ടം നടത്തുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് ദോശ വിടുന്ന പോലത്തെ ഒരു പ്രോസസ് അല്ല. അതിന് നിരന്തരമായി നിരവധിയായ പ്രക്രിയകളുണ്ട്. ഇവർക്ക് ഈ ആവലാതിപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും കക്ഷി ചേർന്നോ അല്ലാതെയോ ഒക്കെ അത് പരിശോധിക്കുവാനും മറ്റും സാധ്യതകളുമുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ അതെല്ലാം ഉപയോഗിച്ചതിന് ശേഷം, എല്ലാ പഴുതും പരിശോധിച്ചതിന് ശേഷം വീണ്ടും ഇങ്ങനെ വിലാപം നടത്തുക എന്ന് പറയുന്നത് അത് കഴിവില്ലാത്തവരുടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ആളാവാനോ ഒരു പക്ഷം പിടിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കാനോ ശ്രമിക്കുന്നവരുടെ മാത്രം വാദങ്ങളാണ്. കോടതി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ നിയമവാഴ്ചയുടെ നെടുന്തൂണാണ്.
അതിനെ നിരാകരിക്കുന്ന ഒരു സംസ്കാരം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശുംഭന്മാരെന്നൊക്കെ വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞ ചരിത്രം നമ്മൾക്കറിയാം. അങ്ങനത്തെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾക്ക് അതല്ലാതെ വിശ്വസിക്കാൻ, കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇല്ല. ആക്ഷേപങ്ങൾ ധാരാളം ഉണ്ടാകും. മറിച്ച് കോടതി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവർ സാധാരണ ജീവിതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവർക്ക് ഒരു വലിയ ശമ്പളം കിട്ടുന്നു എന്നൊക്കെ നമുക്ക് കുറെ ആൾക്കാർക്ക് അതിൽ വലിയ വിഷമമുണ്ട്. അതുകൊണ്ടാണ് പറയാം, അവർ വലിയ ശമ്പളവും ആനുകൂല്യങ്ങളും വാങ്ങി അവരവരുടെ ജീവിതം ഈ നിയമത്തിന്റെ ഭാഗത്തിലേക്ക് സഞ്ചരിക്കുന്നതോടുകൂടി ഒഴിഞ്ഞു വെക്കുകയാണ്. പിന്നെ അവർക്ക് പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കുറവാണ്. മറ്റൊരുപാട് എന്റർടൈൻമെന്റുകൾ അവർ നഷ്ടപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവര് ഈ നിയമത്തിന്റെ മേഖലയിലുള്ള ചെറിയ ചലനങ്ങൾ പോലും പഠിച്ചിട്ടാണ് ഒരു വിധി എഴുതുന്നത്. അതിൽ അവർക്കെതിരെ വിധി എഴുതിയിട്ടുണ്ട്, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാൻ മേലെ ധാരാളം സംവിധാനങ്ങളുണ്ട്. അതിനേക്കാൾ വലിയ സൂപ്പർ ഹീറോസ് ചുമന്നുകൊണ്ട് കമന്റ് പറയുന്ന ആൾക്കാർക്ക് എന്ത് ബോധമുള്ളവരാ? എന്താണ് അവരുടെ സാമൂഹ്യ ബോധം എന്ന് പറയുന്നത്? ഇതില് അവൾക്കൊപ്പം നിൽക്കുന്ന ഒരു ലേഡി ഒരു ചാനൽ ഓഫീസിൽ തിരുവനന്തപുരത്താണെന്നാണ് എന്റെ ഓർമ്മ. അവരുടെ എന്തോ കഥകൾ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇത്തിരി വളിച്ച കഥയാണോ അല്ലാതെ തിരുവനന്തപുരം വെള്ളയാണി എന്ന് പറയുന്ന ഒരു ബ്ലോഗറാണോ? ബ്ലോഗറാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ, അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ അല്ലേ അവിടെ ചെന്നിട്ട് കരിവേലി ഒഴിക്കുക, അസഭ്യം പറയുക. ഇപ്പൊ പലപ്പോഴും ആ പോസ്റ്ററെ കാണുന്നത് അവർ രൗദ്രഭാവത്തോട് കൂടി നിൽക്കുന്ന ഒരു പുരുഷന്റെ അടുക്ക വേറൊരാളുണ്ട്. നിയമം കയ്യിലെടുത്ത് വ്യവസ്ഥയെ വെല്ലുവിളിച്ചവരാണ് ഇപ്പൊ നിയമത്തിന് വേണ്ടി ഘോരം സംസാരിക്കുന്നത്.